ആക്ച്വലി ആംബിവേർട്ടാണ്. ഇൻട്രോവേർട്ടാണ്, എക്സ്ട്രോവേർട്ടാണ്. എൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരു ആംബിവേർട്ട്. Days down 5, 4, 3, 2, 1 and aces. I woke up in my old bed and the sheets were washed blue. ജസ്റ്റ് സിസ്റ്ററാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ആളുടെ സിസ്റ്റർ എൻ്റെ ഹസ്ബൻഡാണ്. ആൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട്, എന്താണെന്നറിയില്ല. സംസാരിച്ച് നോക്കിയതിന് ശേഷം ഒരു ഇതിലായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നത്. പെട്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു ഷോക്കായി. അവൾക്കൊരു കല്യാണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കത് അവളൊരു വൈബിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് ഒരു അറേഞ്ച് മാരേജ് അതൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല. പക്ഷെ ദിസ് വാസ് സോ ഗുഡ്. സെലക്ഷൻ കൊള്ളാം. Baby. Yes. Yes, in this special moment, I will see that he's going to propose his bride. Okay? To marry me? Yes. Okay, thank you. ഏറ്റവും കൂടുതൽ ബലൂൺസ് സെറ്റ് ചെയ്യുന്ന വേർതിരിക്കുന്നവര് ആ ടീം വിൻ ചെയ്യും. Bro, we got this, bro. We got this. Super excited. നമ്മൾ ജയിക്കും. Yes. കളി കഴിഞ്ഞിട്ട് പറയാം. Everybody, so all the friends, family, please join. പപ്പയ്ക്ക് ആൺകുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. നമുക്കുണ്ടല്ലോ ആൺകുട്ടികളില്ല എന്നുള്ളത് പ്രശ്നമില്ല. നമുക്കിപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെല്ലാം സന്തോഷം ആഗ്രഹങ്ങളൊക്കെ ചോദിച്ച് എല്ലാം ചെയ്ത് തന്നെ മക്കളത്. ചെറുപ്പത്തിൽ ഞാൻ പറയായിരുന്നു ഒരു ആൺകുട്ടിയില്ലല്ലോ ഒന്നുണ്ട്. പിന്നെ വലുതായപ്പോ അത് അതിന്റെ പ്രശ്നം തീർന്നു കിട്ടി. കാരണം ഇവര് അത്രയും ആൺകുട്ടികളായിട്ട് കൂടുതൽ ഇതുള്ള ഇതായി മാറിയപ്പോ പിന്നെ നമുക്ക് സന്തോഷമാണ് പല കാര്യത്തിൽ. കല്യാണം എന്ന് ചെയ്യാൻ കല്യാണത്തിനെ പറ്റി ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ കല്യാണം വന്നു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഒരു ഭയങ്കര ഇതായിട്ട് പെട്ടെന്നായിരുന്നു കല്യാണത്തിന്റെ ഒരു അവളിപ്പോ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് നിൽക്കായിരുന്നു. പെട്ടെന്ന് ഹാപ്പിയാനായിട്ട് പയ്യനെ പറ്റിയിട്ട് നല്ല എല്ലാവരും ഞങ്ങൾക്ക് എല്ലാം ഫോട്ടോ I've not seen her in this first look. I know what she's taken. പക്ഷെ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഔട്ട്ഫിറ്റും കാര്യങ്ങളൊന്നും ഒന്നുള്ള എനിക്കൊരു ഐഡിയ ഇല്ല. So I'm really excited to know that. And yeah. എക്സൈറ്റഡ് ആണ്. എങ്ങനെയാണ് കിച്ചു എൻ്റെ ലുക്കിനെ കാണുന്നത് എനിക്കറിയില്ല. നമുക്ക് നോക്കാം. പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് സാരിക്ക് പോയിരിച്ചത്. പക്ഷേ ഫോട്ടോസൊന്നും അയച്ചു കൊടുത്തിട്ടില്ല. മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടില്ല. സോ എക്സൈറ്റഡ്.
രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. വാവ അല്ലെങ്കിൽ സനു, അവളെ നല്ല രീതിയിൽ അറിയുന്ന ഒരാളാണ് ഞാൻ. സോ അവളുടെ ഒരു ക്യാരക്ടറിന് പറ്റിയ പെർഫെക്റ്റ് മാച്ചാണ്. It's a 10 out of 10. Because നിങ്ങൾ തന്നെ കണ്ടില്ലേ, they were like അടിപൊളിയാ. നമ്മളിങ്ങനെ ഒരു ഇൻസ്റ്റയിലൊക്കെ റീൽ കാണുമ്പോൾ ഈ ഒരു കപ്പിളാവണമെന്ന് വിചാരിക്കുന്ന എക്സാക്റ്റ് ആണ് അവർ. എൻ്റെ വീട്ടുകാർ they had put my profile on a matrimony and എനിക്കപ്പോൾ കല്യാണം കഴിക്കാൻ, because I was not settled, so കല്യാണം കഴിക്കണം എന്നൊരു തീരുമാനം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ സമയത്താണ് ഇവളുടെ ഫോട്ടോ എനിക്ക് വീട്ടുകാർ ഈ മാട്രിമോണി ത്രൂ കാണിച്ചു തരുന്നത്. ആൻഡ് ദെൻ ആ ഫോട്ടോ കണ്ടു, എനിക്കിഷ്ടമായി. ഞാൻ ഇവളുടെ നമ്പർ ചോദിച്ചു, വീട്ടുകാർ നമ്പർ എടുത്ത് തന്നു. ബട്ട് 1 week into the conversation I realized that it was a scam. Yeah. ആൻഡ് ഇവളുടെ ഫോട്ടോസ് യൂസ് ചെയ്തിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി. ആൻഡ് ഷീ വോണ്ടഡ് ടു സ്കാം ഓൺ ക്രിപ്റ്റോസ് ബേസിക്കലി. അപ്പോൾ കുറേ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കുക. ആൻഡ് ദെൻ ഐ അണ്ടർസ്റ്റുഡ് വാട്ട് ഇറ്റ് വാസ്. ഐ കൺഫ്രണ്ടഡ് ദാറ്റ് ഫീമെയിൽ ടെല്ലിങ് ദാറ്റ് യു നോ വാട്ട് എവർ യു ദാറ്റ് ഇൻ യുവർ മൈൻഡ്, അത് നടക്കാൻ പോകുന്നില്ല. സോ ഐ ആം തിങ്കിങ് അബൌട്ട് ഗെറ്റിംഗ് മാരിഡ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ദ പേഴ്സൺ ഹു ഇസ് ഇൻ ദ പിക്ചർ ദെൻ ഐ വുഡ് റിയലി ബി ഇൻട്രസ്റ്റഡ്. അപ്പോൾ that female, she abused me, she blocked me and she left. I was like, you എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. Yeah, and there is like, so ഇവളുടെ ഒരു ഫോട്ടോ ഇട്ടതിൽ there was this watermark of the photographer who had clicked that picture. So I used that watermark. I went to the photographer's page 4 years back or 5 years back. That guy had clicked some pictures of hers. So I went to those pictures. I'm looking at the tagged people like models or anybody. അങ്ങനെ ആരും ഇല്ലത്. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പേജിൽ കയറിയപ്പോൾ there was only like 6 posts ഉണ്ട്. അതിൽ ഒരെണ്ണം was her photo. അതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. So I didn't know her actual name. മറ്റേൻ്റെ പേര് വന്നിട്ട് അങ്കിത എന്നെന്തോ പറഞ്ഞിട്ടുണ്ടായത്. So I didn't know her actual name also. അപ്പോൾ ഇതിൽ സനിക്കാന്ന് കൊണ്ട് നേരെ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കിനും it's a public profile and I got access to so many pictures of it. You know how Instagram works, so I can only send one message to a new person. Appo ee oru message I typed a huge ass paragraph telling the exact scene that has happened. Okay, I just wanted her to respond, bro. And അങ്ങനെ മെസ്സേജ് അയച്ചു next day around 5:30 Indian time she replied. So I messaged her Indian time 2 AM in the early morning and I'm getting a reply at 5:30 in the evening telling that, so really did anyone use my pictures to like scam me? I'm like, yeah, please get on a call, I'd like to talk to you. So I'm an introvert, I don't like talking to strangers. You can text me. I'm like, dude, I know what that other person sounded like. കാരണം അവളുടെ അടുത്ത് ഞാൻ ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. So I just want to make sure that you're not the same person. അപ്പോൾ she's like, we can send voice messages, and we started texting each other basically. Then we became good friends. Bro, just because we started texting, we're married today. If she had given me a call that day, I'm sure this wouldn't have happened.
Because ആ കോളിൽ ഞാൻ കാര്യം പറയും, it would have been done then. But she initiated the messages. I was like, okay. Then the conversation kept building. Yeah, bro. There had been so many incidents like that in Brazil. I cannot give it as a testimony because that's something too personal to her. But yeah, there's been so many things in between. I was pretty sure that she's the one. കുട്ടുവിനെ ഞാൻ കല്യാണം കഴിച്ചെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കുട്ടു ഒരു സ്ട്രേഞ്ചർ എനിക്ക് മെസ്സേജ് അയച്ചു. കുട്ടു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പ്രപ്പോസ് ചെയ്തു. കുട്ടു പറഞ്ഞു ഇങ്ങനെ മാട്രിമോണി ത്രൂ ആണ് ഇങ്ങനെ വന്നത്, സോ കല്യാണം കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു റിജക്ട് ചെയ്തു. I told her straight up, bro. എനിക്ക് ആകെ ഇൻട്രസ്റ്റ് ഉള്ള കല്യാണം കഴിക്കാൻ. ഞാൻ പറഞ്ഞു പറ്റൂല, നടക്കൂല. അതിനെപ്പറ്റി നമുക്ക് അതിന്റെ സമയമാകുമ്പോ ആലോചിക്കാം. Not now. Now let's just get to know each other. അവനത് മാനിഫെസ്റ്റ് ചെയ്ത് അവനെ നടത്തിയെടുത്തു. ഞങ്ങളിങ്ങനെ മെസ്സേജ് അയച്ച് നമ്മൾ എല്ലാ ദിവസവും ഈ ഒരു ഡേനെ പറ്റി നമ്മളിങ്ങനെ സംസാരിക്കുമായിരുന്നു. ഒരു 1 year ആയി നമ്മൾ കല്യാണം ഫിക്സ് ചെയ്തിട്ട് 1 year ആയി. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ 1 year ബാക്ക് ഞങ്ങളെ മാരേജ് ഡേറ്റ് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് വീട്ടുകാരെല്ലാവരും കൂടിയിട്ട്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഓക്കെ ഞാൻ ഇന്ന ദിവസം വരും, നമ്മൾ മീറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് കറക്റ്റ് 1 മാസം മുന്നെയാണ് ഞാൻ നാട്ടിൽ വന്നത്. അത് കഴിഞ്ഞ് കറക്റ്റ് 1 മാസം കഴിഞ്ഞ് വെഡിങ്. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമ്മളത് ഇങ്ങനെ കുറേ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത ഒരു ഡേ ആണ്. അത് നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടന്നു. Everything was perfect. Like from the setup till the documentation of the whole thing. നമ്മൾ എങ്ങനെയാണോ പ്ലാൻ ചെയ്തത് അതുപോലെ എല്ലാം നടന്നു.